ഒരുപാട് രക്ഷിതാക്കൾ പറയുന്നൊരു വിഷമമാണ്, വളരെ പ്രയാസപ്പെട്ടുകൊണ്ട് കഷ്ടപ്പെട്ട് പോറ്റി വളർത്തിയ ഞങ്ങളുടെ മക്കൾ ഇന്ന് ഞങ്ങൾക്ക് എതിരായി പ്രവർത്തിക്കുകയാണ്, മോശമായ കൂട്ടുകെട്ടുകളിലൂടെ പോവുകയാണ്, ലഹരിക്ക് അടിമപ്പെട്ടുപോയ മക്കൾ വരെയുണ്ട്. ആദ്യകാലങ്ങളിൽ 5 വക്ത നമസ്കാരവും നല്ല രൂപത്തിൽ ജീവിച്ചിരുന്ന മക്കളാണ്. പെട്ടെന്ന് മക്കളുടെ സ്വഭാവത്തിൽ മാറ്റം വന്നു. മാതാപിതാക്കളാകുന്ന ഞങ്ങൾക്കവർ എതിരായി. എന്തു പറഞ്ഞാലും കേൾക്കാത്ത രൂപത്തിലാണ് മക്കളുടെ ഇന്നത്തെ സാഹചര്യം. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ മക്കളെയും നന്നാക്കി കൊടുക്കട്ടെ. അതുപോലെ തന്നെ മക്കളുടെ സ്വഭാവം നന്നായി കിട്ടാൻ, ചീത്ത കൂട്ടുകെട്ടുകളിൽ നിന്ന് മക്കൾ മാറി നിൽക്കാൻ വേണ്ടി, 5 വക്ത നമസ്കാരമുള്ള നല്ല സ്വാലിഹീങ്ങളായ മക്കളായി തീരാൻ വേണ്ടി, പ്രത്യേകിച്ച് ഈ സമയം എല്ലാ മക്കളും പരീക്ഷയ്ക്ക് വേണ്ടി ഒരുങ്ങുന്ന സമയമാണ്. ഈ സമയങ്ങളിലൊക്കെ മക്കൾ മറ്റുള്ള ചിന്താഗതിയിലൂടെ നടക്കുമ്പോൾ അത് പരീക്ഷയെയും അതുപോലെ തന്നെ ജീവിതത്തെയും ബാധിക്കും. നല്ല സ്വാലിഹീങ്ങളായ മക്കളായി തീരാൻ വേണ്ടി പരിശുദ്ധമായ അസ്മാഉൽ ഹുസ്നയിലെ യാ റഖീബു യാ അല്ലാഹ്, യാ മുജീബു യാ അല്ലാഹ്, ഈ 2 ഇസ്മുകൾ ഒരുമിച്ച് യാ റഖീബു യാ മുജീബു യാ അല്ലാഹ് എന്നിങ്ങനെ 376 തവണ നമ്മൾ ചൊല്ലുക. നമ്മുടെ മക്കൾക്ക് വേണ്ടി അവരുടെ സ്വഭാവം നന്നായി കിട്ടാൻ, മോശമായ ചിന്താഗതികളിൽ നിന്ന് മാറി, മോശമായ കൂട്ടുകെട്ടുകളിൽ നിന്ന് മാറി നല്ല സ്വാലിഹീങ്ങളായ സന്താനങ്ങളായി കിട്ടാൻ വേണ്ടി മാതാപിതാക്കൾ ഈ 2 ദിക്റുകൾ പതിവാക്കുക. ഇൻഷാ അല്ലാഹ് നമ്മുടെ മക്കൾ 5 വക്ത നമസ്കാരമുള്ള മക്കളായി തീരും. അതുപോലെ തന്നെ പല കുടുംബങ്ങളിലും സമാധാനം നഷ്ടപ്പെട്ടതിൻ്റെ, പ്രയാസങ്ങൾ അനുഭവിക്കുന്നതിൻ്റെ കാരണം കണ്ണേറ് തന്നെയാണ്. കണ്ണേറ് ബാത്യുലാകാനുള്ള ഇസ്മ ഇൻഷാ അല്ലാഹ് നമ്മുടെ മജ്ലിസിലുണ്ട്. ഈ ഇസ്മിനെ നമ്മുടെ വീട്ടിൽ സൂക്ഷിക്കുകയാണെങ്കിൽ ഒരിക്കലും കണ്ണേറ് നമ്മെ ബാധിക്കുകയില്ല. ബാധിച്ചുപോയ എല്ലാ കണ്ണേറുകളും ബാത്യുലായി തീരുകയും ചെയ്യും. നല്ല രൂപത്തിൽ ജീവിച്ചിരുന്ന പല കുടുംബങ്ങളിലും തകർച്ച സംഭവിക്കുന്നതും, അതുപോലെ തന്നെ ഒരു നിലക്കും നമുക്ക് ഉയരാൻ സാധിക്കാത്തതും, അത് ബിസിനസ് സംബന്ധമായാലും മറ്റു രൂപത്തിലായാലും നമുക്കൊരു പുരോഗതി ലഭിക്കാത്തതിൻ്റെ കാരണം കണ്ണേറ് ബാധിച്ചതുകൊണ്ടാണ്. ഇൻഷാ അല്ലാഹ് ഈ ഇസ്മിനെ സൂക്ഷിക്കുന്ന വീടുകളിൽ കണ്ണേറ് നിലനിൽക്കുകയില്ല. അതുപോലെ തന്നെ ഷോപ്പുകളിലും ബിസിനസിൻ്റെ സ്ഥാപനങ്ങളിലുമൊക്കെ ഈ ഇസ്മിനെ സൂക്ഷിക്കുകയാണെങ്കിൽ ഒരിക്കലും ആ സ്ഥാപനങ്ങളിൽ കണ്ണേറ് നിലനിൽക്കുകയില്ല, കണ്ണേറ് ഏൽക്കുകയുമില്ല. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. എല്ലാ കണ്ണേറുകളും അള്ളാഹു ബാത്തിലാക്കി തരട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.